കേരളത്തിലെ എല്ലാ ജനകീയ സമരങ്ങളെയും ഭീകരമായി മർദ്ദിച്ചൊതുക്കിയ പാരമ്പര്യമാണ് കേരളത്തിലെ ഈ ഭരണകൂടത്തിനുള്ളത്. ഒന്നാമത് LPG ഗ്യാസ് പുതുവൈപ്പിനിലെ സമരത്തിനെതിരെ ആക്രമണങ്ങളുണ്ടായി. കേരളത്തിനെതിരെ ഭീകരമായ പോലീസ് അറ്റാക്കുകളുണ്ടായി. അതിനിടക്ക് നടന്ന ഗെയിൽ സമരത്തിനെതിരെ അറ്റാക്കുകളുണ്ടായി. കേരളത്തിലെ എല്ലാ ജനകീയ സമരങ്ങൾക്കെതിരെയും പോലീസിൻ്റെ ഫോഴ്സിനെ ഉപയോഗിച്ച് ഭീകരമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും ആക്രമണത്തിന് ശേഷം സമരക്കാർക്കെതിരെ നുണപ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ ഇടതുപക്ഷം സമീപകാലത്ത് കുറച്ച് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനമാണ്. ഇന്ന് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് കേരളത്തിലെ ജനകീയ സമരങ്ങളുള്ള പാരമ്പര്യം എന്താണ്? പുതുവൈപ്പിനിലെ സമരത്തെ ഭീകരമായി മർദ്ദിച്ച് അവസാനം എറണാകുളം കളക്ടറേറ്റ് പഠിക്കൽ നടന്ന ഒരു ജനകീയ വിചാരണക്കിടയിൽ UP സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ യതീഷ് ചന്ദ്രയുടെ മുഖത്ത് നോക്കി ഈ അങ്കിളാണ് എന്നെ അടിച്ചത് എന്ന് പറയുന്ന ഭീകരമായ ചിത്രം, യതീഷ് ചന്ദ്രയുടെ ചിത്രം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിലെ ജനകീയ സമരങ്ങൾക്കെതിരെ അധികൃതർ എന്ന് പറയുന്ന യതീഷ് ചന്ദ്രയുടെ ഇന്നലകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ജനകീയ സമരങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയ, അതിശക്തമായി അടിച്ചൊതുക്കിയ, അതിൽ പങ്കാളികൾക്കായവർക്കെതിരെ ഭീകരമായ കേസുകൾ ഫയൽ ചെയ്ത പാരമ്പര്യമാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഫ്രഷ് കട്ടിൽ ഇന്നലെ നടന്ന പോലീസ് അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. അദ്ദേഹം ഇവിടെ കോഴിക്കോട്ട് വന്ന് ക്യാമ്പ് ചെയ്യുകയും സമരക്കാർക്ക് നേരെ ഭീകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും സമരക്കാർക്കെതിരെ 351 ആളുകൾക്കെതിരെ വിവിധ വകുപ്പുകളിൽ കേസെടുക്കുകയും FIR ഇടുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തത്തോടെയും അനുവാദത്തോടെയും അറിവോടും കൂടിയാണ് എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. ജനകീയ സമരങ്ങളെ ഇങ്ങനെ അടിച്ചൊതുക്കാൻ വേണ്ടി ഒരു ഭരണകൂടങ്ങൾക്കും സാധ്യമാവില്ല. അത് അംഗീകരിച്ചു തരാനും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സന്നദ്ധമല്ല. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം EP ജയരാജനൊരു പ്രസ്താവന വന്നിട്ടുണ്ട്, വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അവരെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജനകീയ സമരങ്ങളോടുമുള്ള സ്റ്റീരിയോ ടൈപ്പ് പ്രതിഷേധങ്ങളാണ്. ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് കട്ട് സമരം, നുഴഞ്ഞുകയറ്റം ഏകദേശം 6 വർഷമായി ഇവിടെ അമ്പായത്തോട് താമരശ്ശേരിയിൽ സമരം നടന്നുകൊണ്ടിരിക്കുക. പരിസരവാസികൾ, നാട്ടുകാർ സമരം നടത്തുക. ഇന്നും വകുപ്പ് മന്ത്രിയും CPM നേതൃത്വവും പറയുന്നു നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, പുറത്തു നിന്ന് വന്നവരുണ്ട്, പെൺകുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായിട്ട് ഉപയോഗിച്ചു. എല്ലാ ജനകീയ സമരങ്ങൾക്കെതിരെയും ഒരേ നരേശൻ, ഒരേ ആർഗ്യുമെൻ്റാണ് പോലീസ് CPIM നേതൃത്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ആർഗ്യുമെൻ്റാണ്. ഇതിനെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അംഗീകരിക്കില്ല. ഇതിനെ ജനകീയമായ ഈ പോരാട്ടത്തോടൊപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നിലകൊള്ളുന്നുണ്ട്. ഈ പോലീസ് ആക്ഷനെതിരെ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ജനകീയ സമരത്തോട്, സമരപ്രവർത്തകരോട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കേരള സംസ്ഥാന കമ്മിറ്റി ഐക്യപ്പെടുകയാണ്.